ശ്രീ അനിൽ കുമാർ, നോക്കൂ, ഇവിടെ തൃശ്ശൂരും വടകരയൊക്കെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരെയൊക്കെ അണിനിരത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ ലിസ്റ്റിൽ പ്രധാന പേരുകളിലെല്ലാം തന്നെ കാണാം. ഒറ്റ കാര്യം സംശയമുള്ളൂ, വടകരയാണെങ്കിൽ ഇന്നിപ്പോൾ കോൺഗ്രസിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെയാണ്. അതിനകത്ത് മതമോ ജാതിയോ കാണുന്നത് നമുക്കൊരു ടെലിവിഷൻ ചർച്ചയിൽ ഉചിതമല്ല എന്ന് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും ശരിയല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നിർത്തിയിട്ടുള്ള ഈ 16 സ്ഥാനാർത്ഥികളും ഘടാഘടിയന്മാർ തന്നെയല്ലേ? കെ.സി. വേണുഗോപാൽ രാജ്യസഭയിൽ അംഗമാണ്. ബി.ജെ.പിക്ക് ഒരു രാജ്യസഭാ സീറ്റോട് ദാനം ചെയ്യണമെന്നുള്ള ചോദ്യമാണ് ആലപ്പുഴക്കാരുടെ മുമ്പിൽ. ബി.ജെ.പി രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിന് 3 സീറ്റ് താഴെയാണ്. ഈ കോൺഗ്രസ്സുകാരെല്ലാം കാല് മാറുന്നതുകൊണ്ട് ബി.ജെ.പിക്കാർക്ക് പലയിടത്തും രാജ്യസഭാ സീറ്റ് ഇപ്പോൾ യാദൃശികമായിട്ട് കിട്ടി. 2 ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ആലപ്പുഴ കൊണ്ട് നിർത്തുന്നത് എന്തിനാ? അവിടെ അനുകൂലമായൊരു ബലം വന്നാൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് രാജ്യസഭ ഭൂരിപക്ഷം അല്ലല്ല. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ എന്താണ്? ഞാൻ നന്ദി എന്ന് പറയില്ല. പറയാത്ത കാര്യത്തിന് കയറി ഇങ്ങോട്ട് നന്ദി പറയണ്ട. ബുദ്ധിയില്ലാത്ത വർത്താനം നിങ്ങൾ പറയരുത്. നിങ്ങൾ ബുദ്ധിയുള്ള ആളല്ലേ? അനിലക്കരയുടെ ബുദ്ധി എല്ലാവർക്കും അറിയാമല്ലോ. അനിലക്കര സെൽഫ് ഗോൾ അടിക്കുന്ന അനിലക്കരയെ ഞാൻ പറയണോ? പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങൾ. അപ്പം അനിലക്കരയുടെ ബുദ്ധിയൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞോ ജയിക്കുമെന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ചെയ്യുന്ന അപകടം എന്താണ്? ആലപ്പുഴ നിക്കക്കളി ഇല്ലാതായപ്പോൾ വടക്കോട്ട് പോയ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇങ്ങനെ തത്തിക്കളിക്കുന്ന അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന അപകടം എന്താണ്? ആ രാജസ്ഥാനിൽ വേറെ ആരെങ്കിലുമാണ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവുമോ? ആ സീറ്റ് ബി.ജെ.പിക്ക് പോവോ? നിങ്ങൾക്ക് രാജസ്ഥാനിൽ നിന്ന് ഒരു ഒഴിവ് വന്നാൽ ഒരാളെ ജയിപ്പിക്കാൻ പറ്റുമോ? ഉണ്ടോ? നിങ്ങൾ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് നല്ല ബുദ്ധിയുണ്ട്. ആ രാജ്യസഭാ സീറ്റ് അവിടെ ഉള്ളതുകൊണ്ട് ആ സീറ്റിൽ തന്നെ അദ്ദേഹം തുടരട്ടെ. അദ്ദേഹം നിലവിൽ MP ആണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ബി.ജെ.പിക്ക് രാജ്യസഭ ഭൂരിപക്ഷം വരാനും ഭരണഘടന ഭേദഗതിനും എളുപ്പമുള്ള കാര്യമാണ്. അതിന് മടവെച്ച് കൊടുക്കുന്ന പണിയായിട്ട് വേണുഗോപാൽ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആളുകൾ ഇത് വേണുഗോപാലിൻ്റെ താല്പര്യത്തിനുള്ള കളിയല്ലേ? കെ.സി. വേണുഗോപാൽ ഡൽഹി പോയിട്ട് ഈ കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ താല്പര്യം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആർക്കത് അറിയില്ലാത്തത്? ഇവിടെ നടക്കുന്ന ഈ അന്തർനാടകങ്ങൾ ഞങ്ങളൊരു പാർട്ടിയുടെ ഉള്ളിലെ കാര്യമല്ല പറയുന്നത്. ഞാൻ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം ഇവിടെ പറയട്ടെ. നമ്മുടെ ബി.ജെ.പിയുടെ പ്രകൃതി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നേമത്ത് വന്ന് മുരളീധരൻ വന്ന് ഞങ്ങളെ സഹായിച്ചില്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിച്ചു. മുരളീധരൻ വന്ന് മത്സരിച്ചപ്പോൾ മുരളീധരന് 28,000 വോട്ട് കിട്ടി, ബി.ജെ.പി തോറ്റു. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് 8,000 വോട്ടേ ഉള്ളൂ, അപ്പോൾ ബി.ജെ.പി ജയിച്ചു. ബി.ജെ.പിക്ക് ജയിക്കാൻ തക്കവണ്ണം അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ രാജഗോപാലിന് ജയിക്കാൻ പറ്റുന്നവണ്ണം UDF ഞങ്ങളെ സഹായിച്ചില്ല എന്നല്ലേ ബി.ജെ.പിയുടെ വാദം. അതല്ലാതെ ആ വാദത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കോൺഗ്രസ്സുകാർ അവരുടെ ഏറ്റവും പ്രാപ്തരായ സ്ഥാനാർത്ഥിയെ മത്സരിക്കട്ടെ. LDF അവരുടെ ഏറ്റവും ശക്തരെ മത്സരിപ്പിക്കും. ബി.ജെ.പിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തരെ മത്സരിപ്പിക്കുക, ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. അതിന് പകരം അല്ല, നിങ്ങൾ നിയമത്ത് കൊണ്ട് മുരളീധരൻ നിർത്തിയതിനാ? മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കാനാ? അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് സഹായം കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സഹായമായി. കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കാതെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് രാജഗോപാൽ ജയിച്ചതെന്നല്ലേ നമ്മുടെ വാദം. പിന്നെ സുരേഷ് ഗോപി 1ാം സ്ഥാനത്താണ്. ചെമ്പ് തെളിഞ്ഞ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞില്ലേ? കോഴിക്കോട് ഒരു പാവപ്പെട്ട വീട്ടമ്മ എന്ന് സുരേഷ് ഗോപിയെ കണ്ടിട്ട് അവരുടെ കൊച്ചിൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വോട്ട് എവിടെയാ? നിങ്ങളുടെ വോട്ട് തൃശ്ശൂരല്ലേ? പിന്നെ ആരോട് ചോദിക്കണം? M. കെ. രാഘവനോട് ചോദിക്കണം. അതെന്ത് കാരുണ്യത്തിൻ്റെ നിറകൂടാണ്? ഞാൻ മാതാവിൻ്റെ തലയിലെ കിരീടത്തിലെ ചെമ്പല്ല ഉദ്ദേശിച്ചത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തനത്തിൻ്റെ ചെമ്പ് തെളിയലാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ ചുറ്റിപ്പറ്റി ചെയ്തു എന്ന് വരുത്തിയിട്ട് എന്ത് കാണിക്കാനാ? സുരേഷ് ഗോപിയെ കൊണ്ട് എന്ത് കാണിക്കാനാ? സുരേഷ് ഗോപി പ്രത്യേകമായിട്ട് നമുക്ക് എന്താ ചെയ്തത്? ഒരത്ഭുതവും ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇതേ സുരേഷ് ഗോപിയെ തൃശ്ശൂർ തോപ്പിച്ചു ബാലചന്ദ്രൻ. VS സുനിൽകുമാറും ബാലചന്ദ്രനോട് നോക്കുമ്പോൾ നിങ്ങളെല്ലാം എന്താ പറഞ്ഞത്? ബാലചന്ദ്രൻ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. എന്നിട്ട് തൃശ്ശൂർ പട്ടണത്തിൽ എന്താ സംഭവിച്ചത്? തൃശ്ശൂർ പട്ടണത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാനായി. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറയാൻ കഴിഞ്ഞു. ഇടതുപക്ഷം നല്ല നിലയ്ക്ക് തൃശ്ശൂർ പട്ടണത്തിൽ മുന്നേറി ആ മണ്ഡലം ജയിച്ചു. നല്ല ത്രികോണ മത്സരം. അപ്പം ഇടതുപക്ഷത്തിന് തൃശ്ശൂരിൽ ഒരു സേ ഉണ്ട്. VS സുനിൽകുമാർ ആരാ?
ആരാ VS സുനിൽകുമാർ? അതിനടുത്ത് നിൽക്കാനുള്ള എന്തെങ്കിലും പ്രവർത്തന ശേഷിയുണ്ടോ ഈ പറയുന്ന ആളുകൾക്ക്? പിന്നെ ബഹുമാനപ്പെട്ട കരുണാകരൻ്റെ തട്ടകം തൃശ്ശൂരല്ല, കരുണാകരൻ്റെ തട്ടകം കണ്ണൂരാണ്. അവിടുന്ന് അദ്ദേഹം തൃശ്ശൂർ വന്നു, അത് ശരിയാണ്. ആ അദ്ദേഹത്തിന്റെ തൃശ്ശൂരിൽ തന്നെയാണ് പ്രവർത്തന മണ്ഡലം കരുണാകരൻ തോറ്റത്, തൃശ്ശൂരാണ് ഈ പറയുന്ന മുരളീധരൻ തോറ്റത്. അത് വസ്തുതയാണ്, അത് വസ്തുതയാണ്. മാള ഈ മണ്ഡലത്തിൽ ഇല്ലാന്ന് എൻ്റെ ധാരണ. ഇനി ഉണ്ടെങ്കിൽ തിരുത്താം. സോറി, ഉണ്ടായിരിക്കും. പഴയ മാളയാണ്, എനിക്കത് കൃത്യം അറിയില്ല, ഞാനത് പരിശോധിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അവിടെ മുരളീധരൻ തോറ്റിട്ടുണ്ടല്ലോ ഈ പറയുന്ന മന്ത്രിയായപ്പോ. കൊടുങ്ങല്ലൂർ ചാലക്കുടി തിരുത്താം. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനത് കൃത്യമായിട്ട് ബൈഫർക്കേഷൻ്റെ ഓർമ്മയില്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്ന കാര്യം, ഈ മുരളീധരനെ തോൽപ്പിക്കാനാവും തൃശ്ശൂരിൽ, കരുണാകരൻ്റെ മക്കളെ തോൽപ്പിക്കാൻ പറ്റും തൃശ്ശൂരിൽ, കരുണാകരനെ തോൽപ്പിക്കാൻ പറ്റും തൃശ്ശൂരിൽ. അതുകൊണ്ട് ഒരു ഔസത്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലപാടുകൾക്കുള്ള വോട്ടാണ്. നിങ്ങൾ ഗഡാഗഡിയന്മാർ പാർലമെൻറ്റ് പോയിട്ട് ചെയ്തു. ബഹുമാനപ്പെട്ട നികേഷ് പറഞ്ഞല്ല, ഗണാഗഡിയന്മാർ മോഡിയുടെ കൂടെ ചോറുണ്ണാൻ പോയിട്ട് എന്ത് ഗടാഗടിയെത്തും? അതിനെ ആദ്യം പിന്തുണച്ച ആളാണ് മുരളീധരൻ. ഞാനിവിടെ വിളിച്ചാൽ ഉണ്ണാൻ പോയേക്കാം. അതിനുശേഷമാണ് പ്രേമേന്ദ്രൻ പറഞ്ഞത്, മോദി ഒരു കാര്യം പറഞ്ഞാൽ മോദി നടപ്പാക്കും. മോദിയുടെ പാർലമെന്ററി ആഫീസ് എന്ന് പറയുന്നത്, PMO ആഫീസ് എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്യാൻ മോദി വരുമെന്ന് പറയുന്ന കൊല്ലത്തെ MP അദ്ദേഹത്തിന് കൂട്ടു നിൽക്കുന്ന മുരളീധരൻ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ എന്താ വ്യത്യാസം? പത്മജ BJPയിലേക്ക് പോയി, മുരളീധരൻ പോയില്ല. മുരളീധരൻ ഇപ്പുറം നിന്നുകൊണ്ട് ചില വാചകങ്ങൾ എടുക്കൊണ്ട് നിലപാടിൽ ഞാൻ ചോദിക്കുന്നു, മുരളീധരൻ്റെ പാർലമെൻറ്റിൽ ഒരു പ്രസംഗം എടുത്ത് കാണിക്കുക മോദിക്കെതിരെ. നിങ്ങൾ തൃശ്ശൂർ കാണിക്കുക, ജനങ്ങളെ കാണിക്കുക. TN പ്രതാപൻ്റെ പ്രസംഗം എടുത്ത് കാണിക്കുക. ഇന്ത്യൻ പാർലമെന്റ് ആര് യുദ്ധം ചെയ്തു? ഇടതുപക്ഷ MP യുദ്ധം ചെയ്തിട്ടുണ്ട്. ആരിഫിൻ്റെ പ്രസംഗം കൊണ്ട് എന്താ പ്രശ്നം? ആരിഫിൻ്റെ പ്രശ്നം എന്താ? രാജ്യസഭ ഞങ്ങൾക്ക് കിട്ടുന്ന സമയം ലോകസഭ കിട്ടത്തില്ല. ആരിഫിനെതിരെ ആരും വരണ്ട. എന്താ കാരണം? ഞങ്ങൾക്ക് ഒരു MP ഉള്ളൂ കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് 2 MP. സമയം അവർക്കാ കൂടുതൽ. ലോകസഭ ഞങ്ങൾക്ക് ഒരെണ്ണേ ഉള്ളൂ. കോൺഗ്രസിന് എത്ര MP? 15. സമയക്കുറവുണ്ട്. ഈ 15 എന്ത് ചെയ്തു? എന്തു ചെയ്തു പാർലമെന്റിൽ? ഈ പറയുന്ന 19 MLA മാർ ഇപ്പോൾ 18 MLA മാർ എന്നുള്ള ചോദ്യം നിങ്ങൾ തെരഞ്ഞെടുപ്പ് വേദികളിൽ ചോദിച്ചോളൂ.